നമസ്കാരം. +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും AB ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആദ്യ ചാപ്റ്ററായ ദി ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിങ്ങിലാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായും 4 ടോപ്പിക്കുകളാണുള്ളത്. ആദ്യത്തേതെന്ന് പറയുന്നത് കൗണ്ടിങ് ആൻഡ് ദി ഇവല്യൂഷൻ ഓഫ് പൊസിഷൻ നമ്പർ സിസ്റ്റം. അതിൽ പ്രധാനമായും നമ്പർ സിസ്റ്റത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ് ഏകദേശം BC 3000 തുടങ്ങി AD 500 വരെയുള്ള കാലയളവിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉത്ഭവിച്ച വിവിധ തരത്തിലുള്ള നമ്പർ സിസ്റ്റത്തെക്കുറിച്ചാണ് അതിൽ പ്രതിപാദിക്കുന്നത്. രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് പറയുന്നത് ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് മെഷീൻ, അതായത് കമ്പ്യൂട്ടിംഗ് മെഷീനുകളുടെ ചരിത്രത്തെക്കുറിച്ചാണ്. അതുണ്ടായ കാലഘട്ടവും അതിൻ്റെ ഡെവലപ്മെൻറ്റ്സുമാണ് അതിൽ പറയുന്നത്. മൂന്നാമതായി ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അതിൽ ആദ്യ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ENIAC തുടങ്ങി 5th ജനറേഷനിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI വരെയുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നു. നാലാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. അത് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഉത്ഭവവും ആദ്യത്തെ പ്രോഗ്രാമറെക്കുറിച്ചും അതിൻ്റെ അൽഗോരിതത്തെക്കുറിച്ചും അതിൻ്റെ വളർച്ചയെക്കുറിച്ചുമാണ് അതിൽ പ്രതിപാദിക്കുന്നത്. നിങ്ങൾ ഈ ടേമുകളും മറ്റും കണ്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇത് വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ് പഠിക്കാൻ. ഈ വീഡിയോ തുടർച്ചയായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇതിലായിട്ട് കൗണ്ടിങ് ആൻഡ് ദി എവല്യൂഷൻ ഓഫ് പൊസിഷൻ നമ്പർ സിസ്റ്റത്തിലേക്ക് പോകാം. അതിലാദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റമാണ്. ഏകദേശം BC 3000 ഉത്ഭവിച്ച് എന്ന് പറയപ്പെടുന്ന നമ്പർ സിസ്റ്റമാണിത്. അതിൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് 10 ആയിരുന്നു. എന്താണ് റാഡിക്സ് അല്ലെങ്കിൽ ബേസ്? നിങ്ങൾക്ക് ചിലർക്കൊക്കെ അതിലൊരു ഡൗട്ട് കാണുമായിരിക്കും. അതിനെ ഒത്തിരി കൂടെ സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ 10 അക്കങ്ങളാണുള്ളത്, 0 മുതൽ 9 വരെ. നമ്മുടെ ഈ 10 അക്കങ്ങളുടെ കോമ്പിനേഷൻസാണ് പിന്നെ അങ്ങോട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് എത്ര യുണീക്ക് നമ്പേഴ്സാണോ അവർ യൂസ് ചെയ്യുന്നതും അതിനങ്ങോട്ട് അതിൻ്റെ കോമ്പിനേഷൻസ് യൂസ് ചെയ്യുന്നതിനാണ് റാഡിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് എന്താ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. 10ൻ്റെ കോമ്പിനേഷൻസാണ് പിന്നെ അങ്ങോട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് ബേസ് എന്ന് പറയുന്നത്. അപ്പം ഈജിപ്ഷ്യൻസും അവരുടെ ബേസും 10 തന്നെയായിരുന്നു. പിന്നെ ഇത് കൂടാതെ അവർ യുണീക്ക് സിമ്പിൾസ് 1 മുതൽ 9, 10 മുതൽ 90 വരെ, 100 മുതൽ 900 വരെയും 1000 മുതൽ 9000 വരെയും അവർ യുണീക്ക് സിമ്പിൾസ് യൂസ് ചെയ്തിരുന്നു. അവരുടെ എഴുത്ത് രീതി എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരുന്നു. ദർ ഇസ് നോ സിമ്പിൾ യൂസ്ഡ് ഫോർ സീറോ. സീറോയ്ക്ക് അവരൊരു സിമ്പിൾ യൂസ് ചെയ്തിരുന്നില്ല. അതിന് പകരം അവർ ഒരു സ്പേസ് ആണ് ഉപയോഗിച്ചിരുന്നത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് സുമേറിയൻ ബാബിലോണിയൻ നമ്പർ സിസ്റ്റമാണ്. അവരുടെ ബേസ് എന്ന് പറയുന്നത് 60 ആയിരുന്നു. അതായത് 60 യുണീക്ക് സിമ്പിൾസാണ് അവരുടെ നമ്പർ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സെക്സാഡെസിമൽ എന്നും അറിയപ്പെടുന്നുണ്ട്. അവരെഴുതിയിരുന്നതും ലെഫ്റ്റ് ടു റൈറ്റ് ആയിരുന്നു. അവരും സീറോയ്ക്കൊരു സിമ്പിൾ യൂസ് ചെയ്തിരുന്നില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് ചൈനീസ് നമ്പർ സിസ്റ്റമാണ്. അത് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റമാണ്. എമർജ്ഡ് ഇൻ അറൗണ്ട് 2500 BC, ഏകദേശം 2500 BC-യിലാണ് അത് ഉത്ഭവിച്ചത്. അവർ നമ്പർ 1 മുതൽ 9 വരെ ഉപയോഗിച്ചിരുന്നു. സീറോ ഉപയോഗിച്ചിരുന്നില്ല. താനും സീറോയ്ക്ക് പ്രത്യേകിച്ച് ഒരു സിമ്പിൾ അവർക്കുണ്ടായിരുന്നില്ല. അവർ ഈ നമ്പറുകളെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ബാംബൂസും റോഡ്സും ചെറിയ ചെറിയ കമ്പുകളൊക്കെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഇനി നമ്മൾ ഗ്രീക്ക് നമ്പർ സിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം 500 BC-യിലാണ് അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, അയോണിയൻ നമ്പർ സിസ്റ്റം. അപ്പം ഗ്രീക്ക് നമ്പർ സിസ്റ്റത്തെ വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, അയോണിയൻ നമ്പർ സിസ്റ്റം. അവർക്കും സീറോ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഇല്ലായിരുന്നു. ഇനി അടുത്ത് നമുക്ക് റോമൻ നമ്പർ സിസ്റ്റത്തെക്കുറിച്ച് നോക്കാം. ഇത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ നമ്പർ സിസ്റ്റമാണ്. 7 യുണീക്ക് സിമ്പിൾസാണ് അവർ റോമൻ നമ്പർ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവരുടെ കാലഘട്ടം എത്തിയപ്പോഴേക്കും അവരുടെ നമ്പർ സിസ്റ്റത്തിന് കുറച്ചുകൂടെ
അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അവർ ഉപയോഗിച്ച് തുടങ്ങി. എണ്ണുക എന്നുള്ളതിന് ഉപരിയായിട്ട് പലതരം കാൽക്കുലേഷൻസിനും അവർ ഈ നമ്പർ സിസ്റ്റം ഉപയോഗിച്ചു. റോഡ്സും ബ്രിഡ്ജ് മറ്റുമൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും മറ്റുമെല്ലാം അവർ കാൽക്കുലേഷന് വേണ്ടിയിട്ടും ഇത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന് വേണ്ടിയിട്ടും ഈ നമ്പർ സിസ്റ്റം ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളതാണ്. ഇനി അടുത്തുള്ളത് മായൻസ് നമ്പർ സിസ്റ്റമാണ്. അവരുടെ ബേസ് എന്ന് പറയുന്നത് 20 എന്ന് പറയുന്നത് അവരുടെ കൈകാൽ വിരലുകളുടെ എല്ലാം ആകെ തുകയാണ്. കൈകാൽ വിരലുകളുടെ ആകെ തുകയാണ് മായൻ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അവരും ആസ്ട്രോണോമിക്കൽ ഒബ്സർവേഷനും നല്ല മറ്റുള്ള കാൽക്കുലേഷനും നല്ല ആക്യുറസിയോടുകൂടി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഈ നമ്പർ സിസ്റ്റം ഉപയോഗിച്ചിരുന്നു. ഇനി അവസാനമായി ഈ ടോപ്പിക്കിലുള്ളതാണ് ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പാണ്, അതായത് AD 500-ലൊക്കെയാണ് ഈ നമ്പർ സിസ്റ്റം ഉണ്ടായിരുന്നത്, അത് ഒറിജിനേറ്റ് ചെയ്തത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നമ്പർ സിസ്റ്റത്തിന്, അതായത് നമ്മുടെ നമ്പർ സിസ്റ്റത്തിന്, ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റത്തിന് 0 ഒരു സിമ്പൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ ലോകത്തിന് നൽകിയ, ഇന്ത്യ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനിലൊന്നായിരുന്നു 0ൻ്റെ സിമ്പൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ മെഷീനാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. നന്ദി. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ശരി, ഓക്കെ, നന്ദി, നമസ്കാരം.